ആക്സിലേറ്റർ താങ്ങിക്കൊണ്ട് ചെയ്യരുത്, ഒരുപാട് ആക്സിലേറ്റർ താങ്ങി നിങ്ങൾ എടുക്കാൻ നിൽക്കരുത്. കാരണം എന്ത് ചെയ്യും, ഈ ക്ലച്ചിൽ ആക്സിലേറ്റർ കൂടുതലും ക്ലച്ച് കുറവും ആകുന്ന സമയത്ത് വണ്ടിക്ക് ചെറിയൊരു മൂവ്മെന്റ്സേ ഉള്ളൂ, ആക്സിലേറ്റർ കൂടുതലാകുന്ന സമയത്ത് എന്ത് ചെയ്യുക, ക്ലച്ച് കരിഞ്ഞു പോവുക. അപ്പൊ നിങ്ങൾ അത് കൂടുതൽ കൊടുക്കാതെ തന്നെ എന്ത് ചെയ്യുക, ഇതേപോലെ എടുത്താൽ ഏത് കയറ്റിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു വാഹനം ബാക്കിലേക്ക് ഉരുളാതെ എടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഇതേ ഈ കാണിക്കുന്ന സാധനങ്ങളെല്ലാം നിങ്ങളുടെ വണ്ടിയിലുണ്ട്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്, പ്രത്യേകിച്ച് തുടക്കക്കാർക്ക്. അറിയാവുന്നവരാരും ഇത് കാണണം, നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ. പ്രത്യേകിച്ച് എന്റെ ഈ ചാനൽ ജോ ട്രൈബേക്ക് എന്ന യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും തുടക്കക്കാർക്ക് വേണ്ടിയിട്ട്, അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആണ്. അറിയാവുന്നവരാരും വെറുതെ കണ്ട് നിങ്ങൾ സമയം കളയേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊക്കെ എനിക്ക് അറിയാവുന്നതല്ല, ഞാൻ ചെയ്യുന്നതല്ല, നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് നിങ്ങൾ ഇത് കണ്ട് വെറുതെ സമയം കളയേണ്ട. ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. കയറ്റത്തിൽ കിടക്കുന്ന ഒരു വാഹനം എങ്ങനെ കൃത്യമായിട്ട് ബാക്കിലേക്കുള്ളത് കൃത്യമായിട്ട് എങ്ങനെ ഒരു വാഹനം എടുക്കാം, ഇത് തുടക്കക്കാരെ സംബന്ധിച്ചോളം ഏറ്റവും പ്രയാസകരമായ ഒരു കാര്യമാണ്. പലപ്പോഴും ഒരു കയറ്റങ്ങളോ പലയിടത്ത് നമുക്ക് എന്തായാലും ഒരു റോഡ് ഉണ്ടെങ്കിൽ ഒരു കയറ്റം ഉണ്ടാകും, ഒരു ഇറക്കം ഉണ്ടാകും, ഒരു നിരപ്പുണ്ടാകും. അപ്പൊ പലയിടങ്ങളിൽ ഒരു വീടിന്റെ അടുത്ത് എടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു കയറ്റം ഇറക്കമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ബാക്കിലേക്ക് ഉരുളും എന്നുള്ള പേടി കാരണം കൃത്യമായിട്ട് ഒരു എന്ത് ചെയ്യുന്നില്ല, ഡ്രൈവിംഗ് സീറ്റിൽ പോലും കയറാൻ മടിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് എങ്ങനെ കയറ്റത്തിൽ കിടക്കുന്ന ഒരു വാഹനം ഓഫ് ആകാതെയും ബാക്കിലേക്ക് ഉരുളാതെയും കൃത്യമായിട്ട് എങ്ങനെ മുൻപോട്ട് എടുക്കാം എന്നാണ് ഈ ഒരു വീഡിയോ കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. നിങ്ങൾ സ്വല്പം വീഡിയോ ലെങ്തി ആണെന്ന് പറഞ്ഞ് നിങ്ങൾ കട്ട് ചെയ്ത് പോകരുത്. കൃത്യമായ കാര്യങ്ങൾ ഞാൻ അത് കറക്റ്റായിട്ട് കാലുകൊണ്ട് കറക്റ്റായിട്ട് കാണിച്ചു. ഇതേ രീതിയിൽ തന്നെ നിങ്ങളുടെ വാഹനത്തിൽ കയറി ഇരുന്ന് നിങ്ങൾ ഇന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കും കൃത്യമായിട്ട് പേടി കൂടാതെ വന്നം ഒരു ഇഞ്ച് പോലും ബാക്കിലേക്കുള്ള ഒരു വാഹനം മുൻപോട്ട് എടുക്കാൻ കഴിയുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റയും തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് തന്നെ രേഖപ്പെടുത്തുക. പ്രത്യേകിച്ച് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത് ഇൻസ്റ്റാ വഴി നിങ്ങൾ കമന്റ് ചെയ്യരുത്. കാരണം എനിക്ക് അതിനെതിരെ കമന്റുകൾ കാണാൻ കഴിയുന്നില്ല. ഫേസ്ബുക്കിലും ചാനലിലും വന്ന് നിങ്ങൾക്ക് ഡ്രൈവിംഗ് സംബന്ധമായിട്ട് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കാവുന്നതാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ മാത്രം. കാരണം 10-15 വർഷമായിട്ട് ലൈസൻസും കയ്യിലുണ്ട്, വാഹനം വീട്ടിലും ഉണ്ടായിട്ട് ഞാൻ പഠിച്ചതാണെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന കുറെ ആൾക്കാർ നമ്മുടെ ചുറ്റിലും ഉണ്ട്, നമുക്ക് അറിയുന്നതിലും. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ പേടി കൂടാതെ എങ്ങനെ ഒരു വാഹനം ഓടിക്കാവുന്നു ഈ ഒരു ചാനൽ ഞാൻ ജോ ഡ്രൈവിംഗ് ചാനൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുന്ന ഷെയർ കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് എങ്ങനെയാണ് കയറ്റത്തിൽ കിടക്കുന്ന ഒരു വാഹനം കൃത്യമായിട്ട് ബാക്കിലേക്ക് ഉരുളാതെ മുൻപോട്ട് എടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കാലുകൾ ആ സമയത്ത് ഇങ്ങനെയായിരിക്കും. ഞാനത് ഓർഡർ പ്രകാരം കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇപ്പൊ ബ്രേക്കിലും ക്ലച്ചിലും നമ്മുടെ കാലുകളുണ്ട്. ഒരു കയറ്റത്തിൽ കിടക്കുന്ന ഒരു വാഹനമാണ്. നമ്മൾ എന്ത് ചെയ്യണം, ഈ കയറ്റത്തിൽ കിടക്കുന്ന ഒരു വാഹനം ഇപ്പം ചിലപ്പം ഓടി വന്ന വണ്ടി ചിലപ്പോൾ ഓഫായതാകാം, ചിലപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുക്കുന്നതാകാം, എന്തുമാകാം. അപ്പൊ നമ്മൾ ഒരു കാരണവശാലും നിങ്ങളൊരു വാഹനം ന്യൂട്രൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യരുത്, നിങ്ങൾ ഗിയർ മാറാൻ നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ എടുക്കുന്ന, നമുക്കറിയാം വണ്ടി നിന്നിട്ടുണ്ട്, വണ്ടിയുടെ ബ്രേക്ക് കാലമുള്ളത്തോളം കാലം വണ്ടി നിന്ന ഒരു വണ്ടിയാണ്. അവിടെ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഗിയർ തന്നെ കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തു. ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം നിങ്ങൾ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഫസ്റ്റ് ആണോ ഇങ്ങനെ നോക്കുന്നവരുണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെ ഫസ്റ്റ് ആണോ നോക്കരുത്. നിങ്ങൾക്ക് സംശയമുണ്ടോ, എന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യമേ ന്യൂട്രാക്കുക. നമ്മൾ ആ സൈഡിലോട്ട്, ഞാൻ അതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഫസ്റ്റ് എവിടെ കിടക്കുന്നത്, ഫസ്റ്റും സെക്കൻഡ് ഈ ഭാഗത്തും ഞാൻ പെട്ടെന്ന് ഓടിച്ചു പറയാം. ഫസ്റ്റ് സെക്കൻഡ് ഈ ഒരു ഭാഗത്തും, സെൻട്രലായിട്ട് തേർഡും ഫോർത്തും, അതുപോലെ തന്നെ ഫിഫ്ത്തും റിവേഴ്സും ഇങ്ങനെ സൈഡിലാണ്, കണ്ടല്ലേ, താഴെ ഈ സൈഡിലായിട്ടാണ്. അപ്പൊ നമുക്ക് എവിടെ കിടക്കുന്ന ഒരു ഗിയർ ആണെങ്കിൽ ന്യൂട്രാക്കിയ സെൻട്രലാവുന്ന കിടക്കുന്നത്, അവിടുന്ന് നമ്മൾ ഈ സൈഡ് ചേർക്കുക. ഈ സൈഡ് ചേർത്ത് ഇട്ടാൽ മാത്രമേ ഏത് ഗിയർ വീഴത്തുള്ളൂ, ഫസ്റ്റ് ഗിയർ വീഴത്തുള്ളൂ. അതല്ല സൈഡ് ചേരാതെ ഇടുന്നെങ്കിലോ തേർഡിലേക്ക് പോകും, കണ്ടല്ലേ. അപ്പൊ നമ്മൾ ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെ ഫസ്റ്റ് ആണോ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ന്യൂട്രാക്കുക. ആ സൈഡിലേക്ക് ചേർത്തിട്ടാൽ ആരിട്ടാലും ഫസ്റ്റ് ഗിയർ തന്നെ ആയിരിക്കും വീഴുക. ഫസ്റ്റ് ഗിയർ ഇട്ടു. ഈ ഫസ്റ്റ് ഗിയർ ഇട്ടതിന് ശേഷം നിങ്ങളുടെ കാലുകൾ ഈ ഒരു രീതിയിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ബ്രേക്കിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കരുത്. കാരണം നമ്മൾ കയറ്റത്തിൽ കിടക്കുന്ന ഒരു വാഹനം എത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്താൽ എങ്ങോട്ടേ പോകുള്ളൂ, ബാക്കിലേക്കേ പോകത്തുള്ളൂ. നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിലും നമ്മളിപ്പോ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അവർക്കറിയാം ഇത്രത്തോളമേ ക്ലച്ചിൽ നിന്ന് കാല് പോകത്തുള്ളൂ. എന്ത് ചെയ്യും, ഈ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റിയാലും മുൻപോട്ട് എടുത്താൽ മതി എന്ന് വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് ആർക്കറിയാം. പക്ഷെ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചോളം ഇവിടുന്ന് കാല് മാറുന്ന സമയത്ത് വണ്ടി ബാക്കിലേക്കൊക്കെ പോകുന്ന കാണുമ്പോൾ എന്ത് ചെയ്യും, പെട്ടെന്ന് വണ്ടി ബാക്കിലേക്ക് പോകാതെ പെട്ടെന്ന് എടുക്കും. എന്ത് സംഭവിക്കും, ഇടിച്ച് വണ്ടി ഓഫ് ആയി പോകും. പിന്നെ പേടിയാകും, പിന്നെ എങ്ങനെ എടുക്കണം എന്നുള്ള ബാക്കിലേക്കാണല്ലോ ഉരുടുന്ന ഒരു സ്വല്പം പോലും മുൻപോട്ട് അയയുന്നില്ല. ഞാൻ ക്ലച്ചിൽ നിന്ന് കാല് മുൻപോട്ട് എടുത്തിട്ട് പോലും ഈ വണ്ടി
ബാക്കിലേക്ക് പോകുന്നു, ഓഫായി പോവുകയും ചെയ്യുന്നു. കാരണം മുൻപോട്ടാണല്ലോ ക്ലച്ചിൽ നിന്ന് കാലെടുക്കേണ്ടത്, പക്ഷെ താഴോട്ട് താക്കാനും പറ്റുകയില്ല. പക്ഷെ താഴോട്ട് താക്കുന്ന സമയത്ത് വണ്ടി ബാക്കിലേക്ക് പിന്നെയും പോകുന്നു, വണ്ടി ഓഫ് ആകാതിരിക്കുന്നു. പക്ഷെ മുൻപോട്ട് എടുക്കുമ്പോഴും ഇതുപോലെ ഓഫായി പോകുന്നു. നമുക്ക് കൃത്യമായിട്ട് അവർക്ക് അറിയത്തില്ല. അപ്പൊ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്ലച്ചിൽ ഇങ്ങനെ ചവിട്ടിയിരിക്കുന്ന സമയത്ത് ബ്രേക്കിൽ നിന്ന് മാറ്റുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, നിങ്ങൾ ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുക്കുക. ഞാൻ ഈ വിശദമായിട്ട് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുക്കുമ്പോൾ നമ്മൾ ഈ ഇപ്പോൾ നമുക്കൊരു വണ്ടിയുടെ ഒരു സൗണ്ടും നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. അവിടെ നിങ്ങൾ ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുത്ത് വരുമ്പോൾ ഈ വണ്ടിക്ക് ഇവിടെ ഒരു വൈബ്രേഷൻ അനുഭവപ്പെടും, നമുക്കൊരു സൗണ്ട് വ്യത്യാസം. നിങ്ങൾ ഒരു കാരണവശാൽ എന്ത് ചെയ്യരുത്, നിങ്ങൾ കാലിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങൾ കാലിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് പ്രത്യേകിച്ച് പലരും എന്ത് ചെയ്യും, ഈ ഹാഫ് ക്ലച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഹാഫ് ക്ലച്ച് മനസ്സിലാകാതെ വണ്ടി ഓഫ് ആയ പോലും മനസ്സിലാകാതെ ഇരിക്കുന്ന കാരണം. നിങ്ങൾ അതൊന്നും അല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ മുൻപോട്ട് തന്നെ നോക്കിയിരിക്കുക. നമുക്ക് ആ ഒരു സൗണ്ട് വ്യത്യാസം, ഒരു ജെർക്കിങ്, അതായത് രണ്ട് പൂച്ചകൾ നമുക്ക് കരി വണ്ടി എന്നൊരു ഫീലിംഗ് ഉണ്ടാകും. ആ ഒരു സൗണ്ട് വ്യത്യാസം നമുക്കിപ്പോ ഈ ഒരു സൗണ്ട് വ്യത്യാസവും മുകളിലോട്ട് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസമായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നെ നിങ്ങൾ ക്ലച്ചിൽ നിന്ന് മുകളിലോട്ട് എടുക്കരുത്. കാരണം പിന്നെ ബ്രേക്കിൽ ഇരിക്കുന്ന കാലം ആ ഒരു വൈബ്രേഷൻ വന്നു, ആ സമയത്ത് പിന്നെ എന്ത് ചെയ്തു, വണ്ടി മുൻപോട്ട് പോകാൻ തയ്യാറായി. ആ സമയത്ത് പിന്നെ നമ്മുടെ ക്ലച്ചിൽ നിന്ന് തന്നെ കാലെടുക്കുന്ന എന്ത് ചെയ്യും, വണ്ടി ആ ഒരു ജെർക്ക് കൂടുതലായി എന്ത് ചെയ്യും, വണ്ടി ഓഫായി പോകും. അപ്പൊ ചെറിയൊരു വ്യത്യാസം വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റി വേണ്ട. അപ്പൊ ആ ക്ലച്ചിൽ അവിടെ നിൽക്കും വണ്ടി. ആ ക്ലച്ചിൽ അവിടെ നിന്നതിന് ശേഷം നിങ്ങൾ പിന്നെ ഇപ്പൊ നമ്മൾ ഒരു വണ്ടി നിരപ്പത്വം നമ്മൾ എടുക്കുന്ന ഒരു ഫീലിംഗേ ആയിട്ടുള്ളൂ. നിങ്ങൾ പിന്നെ ഈ വണ്ടി ഇനിയിപ്പം ഞാൻ എടുത്തില്ല എന്ന് ക്ലച്ചിൽ നിന്ന് കാലെടുത്തില്ല, പെട്ടെന്ന് എടുത്തില്ല എന്നുണ്ടെങ്കിൽ വണ്ടി വാങ്ങിക്കോട്ട് പോകും, അല്ലെങ്കിൽ ഓഫായി പോകുന്നുള്ള പേടി കാരണം നിങ്ങൾ എന്തില്ലേ പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് കാലെടുക്കരുത്. എന്ത് സംഭവിക്കും, വണ്ടി ഇടിച്ച് ഓഫായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് കണ്ടല്ലേ, ഇപ്പൊ ഇതുപോലെ ഓഫായി പോകും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്, എങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി, അതിയായ ആഗ്രഹമാണ്. 10 വർഷമായി 15 വർഷം ലൈസൻസ് കയ്യിലുണ്ട്, വാഹനം വീട്ടിലുണ്ട്, പക്ഷെ തനിയെ എടുക്കാൻ ഒരു പേടി. വാഹനം ഓടിക്കണം എന്ന് അതിയായ ആഗ്രഹം. അങ്ങനെയുള്ളവരാണ് എന്നെ കോൺടാക്ട് ചെയ്താൽ, നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ ബന്ധപ്പെടാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടിപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ ഇനി പറ്റില്ല, ലൈസൻസ് എന്നവരുടെ പ്രാക്ടീസിന് പോയതല്ലേ, പ്രായം കൊണ്ടാ, നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞ് മടിപ്പിക്കും. ഞാൻ പറഞ്ഞു, നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല, നിങ്ങളുടെ വണ്ടി ഏതാണെന്ന് നമുക്കൊരു വിഷയമല്ല, നിങ്ങളുടെ പ്രായം ഏതാണെന്ന് വിഷയമല്ല, അതുപോലെ തന്നെ നിങ്ങൾ ഏത് ജില്ലയിലാണെന്നുള്ള വിഷയമല്ല. നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം, എന്റെ ജില്ല ഏതാണ് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നു. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ആ ഒരു വൈബ്രേഷനെ കൊണ്ടുവന്നതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മളിപ്പോ നിരപ്പത്തായതേ ഉള്ളൂ വണ്ടി, എന്നിട്ട് ബ്രേക്കിൽ നിന്ന് മാറ്റിയിട്ട് നിങ്ങൾ സാധാരണ നിങ്ങൾ എങ്ങനെയാണ് നിരപ്പത്ത് നിന്ന് എടുക്കുന്നത് അതേ രീതിയിൽ തന്നെ, അതായത് ക്ലച്ചിൽ നിന്നും മെല്ലെ മെല്ലെ വേണം എടുക്കാൻ. കണ്ടില്ലേ, മെല്ലെ മെല്ലെ എടുത്താൽ എന്ത് ചെയ്തോളൂ, ഇതുപോലെ നമ്മളിലേക്ക് ഉരുളാതെ, ഒരു ഇഞ്ച് പോലും ബാക്കിലേക്ക് ഉരുളാതെ കൃത്യമായിട്ട് മുൻപോട്ട് എടുക്കാൻ സാധിക്കും. അപ്പം നിങ്ങൾ ക്ലച്ചിൽ നിങ്ങളെ കാലിരിക്കുന്നിടത്തോളം കാലം നല്ല കയറ്റമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ക്ലച്ചിൽ നിന്ന് ഒരു വണ്ടിയുടെ ക്ലച്ചിൽ മുന്നോട്ട് എടുക്കുന്ന സമയത്ത് ഒരു മൂവിങ് കിട്ടുന്നതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, പെട്ടെന്ന് കാലുകൾ പൊക്കരുത്. കാരണം കയറ്റം കൂടാണ്, ഇത്രയും വെയിറ്റ് ഉള്ള വണ്ടിയാണ്, താങ്ങി മുൻപോട്ട് കയറാനുള്ള ശേഷി ഉണ്ടാകത്തില്ല. അപ്പൊ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ എടുത്ത് നമ്മൾ നിരപ്പത്തുനിന്ന് എടുക്കുന്ന പോലെ നിങ്ങൾ ക്ലച്ചിൽ നിന്ന് മുകളിൽ വരുന്ന വരെ നമ്മൾ ഓടാൻ തുടങ്ങിയിട്ടില്ല, എടുക്കുന്നതേ ഉള്ളൂ. ക്ലച്ച് നമ്മുടെ കാല് സ്വല്പമെങ്കിലും ഉള്ളപ്പോഴും നമ്മൾ എടുക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ ക്ലച്ചിൽ നിന്ന് മുകളിൽ വരുന്നതിനനുസരിച്ച് വേണം, നമ്മൾ അത് കയറുന്നില്ലെന്നനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ പതിയെ ആക്സിലേറ്റർ കൊടുക്കുക. അല്ല നിങ്ങൾ ക്ലച്ചിലും വെച്ചിരിക്കുന്ന സമയത്ത് ആക്സിലേറ്റർ താങ്ങി എന്ത് ചെയ്യരുത്, ഒരുപാട് ആക്സിലേറ്റർ താങ്ങി നിങ്ങൾ എടുക്കാൻ നിൽക്കരുത്. കാരണം എന്ത് ചെയ്യും, ഈ ക്ലച്ചിൽ ആക്സിലേറ്റർ കൂടുതലും ക്ലച്ച് കുറവാകുന്ന സമയത്ത് വണ്ടിക്ക് ചെറിയൊരു മൂവ്മെന്റ്സേ ഉള്ളൂ, ആക്സിലേറ്റർ കൂടുതലാകുന്ന സമയത്ത് എന്ത് ചെയ്യുക, ക്ലച്ച് കരിഞ്ഞു പോവുക. അപ്പൊ നിങ്ങൾ ക്ലച്ചിൽ നിന്ന് അനങ്ങുന്നതിനനുസരിച്ച് മാത്രം ആക്സിലേറ്ററും അതേ ഒരു സ്പീഡ് മാത്രമേ ആകാം, അത് കൂടുതൽ കൊടുക്കാതെ തന്നെ എന്ത് ചെയ്യുക, ഇതേപോലെ എടുത്താൽ ഏത് കയറ്റിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു വാഹനം ബാക്കിലേക്ക് ഉരുളാതെ എടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ ഞാൻ ഇത് ഇപ്പൊ ഇങ്ങനെയൊക്കെ കാണിച്ചു തരാനുള്ള കാരണം, ഞാൻ ഈ കാണിക്കുന്ന സാധനങ്ങളെല്ലാം നിങ്ങളുടെ വണ്ടിയിലുണ്ട്. ഞാൻ ഇത് കണ്ടോ, അത് കണ്ടോ, ഇത് കണ്ടോ, അത് കണ്ടോ, ഞാൻ ഇങ്ങനെ കണ്ടോ, അങ്ങനെ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വേണേ ഓടിച്ച് വേണേ എനിക്ക് ഇതുവഴി ഏത് തിരക്കിന് അതുവഴി അല്ലെങ്കിൽ എത്ര വലിയ കയറ്റത്തിന് കൊണ്ട് കാണിച്ചു തരാം. പക്ഷെ നിങ്ങളുടെ കാര്യം കൈ കൊണ്ടാണ് ചെയ്യേണ്ടത്, നിങ്ങളുടെ വണ്ടിയിൽ ഈ സാധനം കൊണ്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഇതേ രീതിയിൽ തന്നെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതായത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വലിയ കയറ്റത്ത് കൊണ്ട് നിങ്ങൾ ചെയ്യരുത്, ചെറിയൊരു സ്ലോപ്പ് നമുക്കറിയാമല്ലോ, ബാക്കിലേക്ക് ഉരുളുന്നതായിട്ടൊരു സ്ലോപ്പ്. അപ്പൊ അങ്ങനെ ഉള്ളിടത്തൊന്ന് എന്ത് ചെയ്യണം, ഈ ക്ലച്ച് നിങ്ങൾ സ്റ്റിൽ ചെയ്ത് നിന്നിട്ട് ആദ്യം നമ്മൾ നിൽക്കണം, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എടുക്കാവൂ. അല്ലാതെ നമ്മൾ ഈ ബ്രേക്കേ വന്ന് നമ്മൾ നിന്ന് വണ്ടി നിന്ന് പെട്ടെന്ന് എടുത്തിട്ട് ഓടാൻ നിൽക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, വണ്ടി ഇടിച്ച് ഓഫായി പോകാനുള്ള കാരണം. അപ്പൊ ആദ്യം നമ്മൾ ക്ലച്ച് അല്ലെങ്കിൽ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുക. അപ്പൊ നമ്മൾ നിരപ്പായി, അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക, ക്ലച്ചിൽ നിന്ന് മെല്ലെ മെല്ലെ എടുത്താൽ
കാരണം സ്റ്റാൻഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമേ ഇല്ല. എത്ര വലിയ കയറ്റമാണെങ്കിലും നിങ്ങൾ പേടിക്കണ്ട, വണ്ടി ബാക്കിലേക്ക് പോകുന്നില്ല. ക്ലച്ചിൽ അവിടെ നിൽക്കുന്ന വണ്ടി. പിന്നെ നമ്മൾ നിരപ്പുന്ന എടുക്കുന്ന പോലെ മെല്ലെ 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 മുകളിലോട്ട് എടുക്കുമ്പോൾ എന്ത് ചെയ്യും, വണ്ടി ഓഫ് ആകാതെ 1 ഇഞ്ച് പോലെ ബാക്കിലേക്ക് പോകാതെ നമുക്ക് കൃത്യമായിട്ട് മുൻപോട്ട് തന്നെ എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞതും വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കും. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ട്, അല്ല ഇനി ഒരു വീഡിയോ ചെയ്യാമോ എന്ന് കമന്റ് ബോക്സ് ഒന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഞാൻ നിങ്ങളെ കളിയാക്കത്തില്ല, ഞാൻ നിങ്ങളെ നാണം കെടുത്തത്തില്ല. നിങ്ങൾക്ക് ഡ്രൈവിംഗ് സംബന്ധമായിട്ട് എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് കമന്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയെന്നുള്ളൂ അത് കമന്റ് ആയിട്ട് തന്നെ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.